ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കളിയാക്കിയവർക്കെല്ലാം തിരിച്ചടിയായി തന്നെ ഇവിടെ വേദയ്ക്ക് ചിക്കൻ ബോക്സ് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ബോക്സിന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ആർത്തി കാണിച്ചത് വേദയാണല്ലോ. അപ്പോൾ വേദയ്ക്ക് തന്നെ ആദ്യം പണി കിട്ടി. വേദയെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലോട്ടായി കേട്ടോ. കാരണം ആരതി പറയുകയാണ്, ഈ ചിക്കൻ ബോക്സ് വന്ന വീട്ടിലെല്ലാവർക്കും പൊന്തും, അത് 100% ഉറപ്പാണ്, ചിലവരൊക്കെ അങ്ങ് രക്ഷപ്പെടുമെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജ വേദയെ നോക്കില്ലെന്ന തീരുമാനത്തിലെത്തുന്നു കേട്ടോ. അപ്പോൾ വിജയ് ഇങ്ങനെ പറയുകയാണ്, ഇന്ദ്രജയെ നീ വേദയുടെ റൂമിലോട്ട് വല്ലാതെ പോകണ്ടേട്ടോ, ഇത് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ രോഗിയുമായി ആരാണോ കൂടുതൽ അടുക്കുന്നത് അവർക്കാണ് പൊന്തുക. അത് കേട്ട ഉടനെ വേദ എടുത്തിട്ടില്ലല്ലോ, എന്നിട്ട് വേദയ്ക്ക് എങ്ങനെ കിട്ടിയത് അതൊന്നും എനിക്കറിയില്ല, എന്തായാലും പഴമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ പോണ്ടേട്ടോ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് വേദയെ നോക്കാൻ ആരുമില്ലെന്ന അവസ്ഥയിലെത്താണ്. ഇതേ സമയം പത്മയോട് യതീന്ദ്രൻ പറയാണ്, തൻ്റെ മകളാണ് ചിക്കൻ ബോക്സ് വന്ന് കിടക്കുന്നത്, തൻ്റെ മകൾ ബെഡിലാണ് കിടക്കുന്നത്, തൻ്റെ മകൾ തറയിൽ ഒരു പായ വിരിച്ച് അതിന് ചുറ്റും നന്ദിനി എങ്ങനെ കിടന്നിരുന്നോ, കൈക്കന വേപ്പിൻ്റെ ഇല, അതായത് ആര്യവേപ്പ് ഇല 4 പുറവും ഇട്ട് കൊടുത്ത് അങ്ങനെ കിടത്ത് എന്നൊക്കെ പറയുമ്പോൾ പത്മയുടെ ഉള്ളിലും ഒരു ഉൾഭയമുണ്ട് കേട്ടോ. തനിക്ക് വരുമോ എന്നൊരു പേടി. അങ്ങനെ ഈ സമയം പത്മ പറയാണ്, അതെ എനിക്ക് സമയമില്ല, എനിക്ക് ജോലിക്കാര്യങ്ങൾ, എടോ താൻ തൻ്റെ ജോലിയേക്കാൾ പ്രാധാന്യം തൻ്റെ മകളുടെ കാര്യത്തിലല്ലേ വേണ്ടത്, താൻ കുറേ സമ്പാദിച്ചിട്ട് എന്താ കാര്യം, തനിക്ക് തൻ്റെ മകളെ നോക്കാതെയും കണ്ട് താൻ സമ്പാദിച്ചിട്ട് കാര്യമുണ്ടോ. അത് കേട്ട ഉടൻ തന്നെ, അല്ല എനിക്ക് പോണ്ടേ, എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യങ്ങൾക്ക് പോണ്ടേ, പിന്നെ എനിക്കൊന്നും ഇത് നോക്കിയും കണ്ട് ഒന്നും അറിയില്ല, നിങ്ങൾക്കൊക്കെ അല്ലേ പരിചയം, അപ്പോൾ ആ നന്ദിനി എന്ന് പറയുന്ന വേലക്കാരിക്ക് ഇത് നന്നായിട്ട് അറിയാലോ, അവളങ്ങ് ചെയ്തോട്ടെ എന്ന് പറയുന്നു കേട്ടോ. ഓഹോ, അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദിനിയെ പറ്റും, എന്നാൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദിനിയെ പറ്റില്ലല്ലേ എന്ന് പറയണേ. ഇത് കേട്ടോടെ തന്നെ പത്മ പറയണേ, വെറുതെ ഒന്നല്ലല്ലോ, അവളെ ഇവിടെ ശമ്പളത്തിനല്ലേ നിർത്തിയിരിക്കുന്നത്, അവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ, ഈ വീട്ടിൽ ആർക്ക് എന്ത് വന്നാലും അവളല്ലേ നോക്കേണ്ട ഉത്തരവാദിത്തം. അത് കേൾക്കുന്നതിനോടുകൂടി യതീന്ദ്രൻ പറയണേ, എടോ താൻ എന്തറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതിനെല്ലാം സൂര്യ അനുവദിക്കുമോ എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ. സൂര്യ അവനെ പിന്നെ എന്നോട് എപ്പോഴാണോ അവന് പക വീട്ടാൻ അവസരം കിട്ടുന്ന ആ സമയമൊക്കെ അവൻ അത് ഉപയോഗിക്കും, അത് അവൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വേദയുടെ അടുത്തോട്ട് ആരും തന്നെ വരുന്നില്ല. വേദയാണെങ്കിലോ ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഒരു ഇതിലായി തുടങ്ങുകയാണ്. അപ്പോൾ വേദയാണെങ്കിലോ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു നോക്കൂട്ടോ. അപ്പോൾ ഇന്ദ്രജ പുറത്ത് നിന്നിട്ടും, വേദയെ നിന്നരികിലോട്ട് എനിക്ക് വരാൻ പേടിയാണ്, കാരണം നിന്നെ പരിചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ചിക്കൻ ബോക്സ് വരും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം സൂര്യ ഈ കാര്യങ്ങളൊക്കെ അറിയാട്. സൂര്യക്ക് അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല സൂര്യ ഇത് അറിയുന്നതിനോടുകൂടി ആ വീട്ടിലോട്ട് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബർഗറൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അത് കഴിക്കാനുള്ള തത്രപ്പാടിൽ ഓടിയെത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ പത്മ പറയാണ്, ഇത് ഞാൻ ഇവിടെ അനുവദിക്കില്ല, എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലങ്ങ് സംസാരം തുടങ്ങി കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങളിത് അനുവദിക്കാത്തത്, അത് കേൾക്കുന്നതോടുകൂടി ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല, കാരണം എൻ്റെ കുഞ്ഞാണ് ഇവിടെ സുഖമില്ലാതെ കിടക്കുന്നത്. അത് കേട്ട ഉടൻ തന്നെ സൂര്യ പറയാണ്, ഇതുപോലത്തെ ഒരു കുഞ്ഞ് തന്നെ ആയിരുന്നു എൻ്റെ ഭാര്യ, അവളും എൻ്റെ കുഞ്ഞല്ലേ. എടോ അവൾ എൻ്റെ ഭാര്യയാണെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്, അവൾ എൻ്റെ ഭാര്യ എപ്പോഴാണ് ആയിട്ടുള്ളത്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ഞാൻ എല്ലാവർക്കും മുന്നേ, അത് നീ എന്നോടുള്ള വാശിക്ക് കെട്ടിയതല്ലേ, എന്താണെങ്കിലും അവൾ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾ എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, നിങ്ങളുടെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീ എന്ന് നിങ്ങൾ കൂട്ടിക്കോ, അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നും, നന്ദിനിക്ക് എന്ത് വന്നാൽ അവൾ എൻ്റെ വീട്ടിൽ ആരുമില്ല എന്നല്ലേ പറഞ്ഞത്, അതുപോലെയാണെടോ വേദ, നിൻ്റെ ആരാണ്, നിൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ അനിയത്തിയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്ക് വല്ല വിലയും കൊടുക്കുമല്ലോ, അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എന്നോട് സ്നേഹമില്ലാത്ത എൻ്റെ അനിയത്തിക്ക് വേണ്ടി എനിക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിത് കഴിക്കുമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം യതീന്ദ്രനെ വിളിക്കാൻ
കാണിക്കാൻ പോവാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് എത്താണ്. അപ്പോൾ നന്ദിനി പറയാണ്, ഒരിക്കലും സൂര്യ സാർ ഇത് കഴിക്കരുത്, സംഭവം അനിയത്തിയാണ്, അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ അസുഖത്തിന് അതിൻ്റേതായ ആ രീതിയിൽ ഇവിടെ നോക്കണം. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ താളിപ്പോ അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഡബിൾ ഇരട്ടിയായി വരും. എടാ നന്ദിനി, ഇതുപോലൊക്കെ തന്നെ ഞാൻ അവരോട് നിനക്ക് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അതൊക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സൂര്യ സാറ് എനിക്ക് വന്നപ്പോൾ അവരെന്നോട് കാണിച്ചതുപോലെ സൂര്യ സാർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൂടാ, അത് ചെയ്യുന്നത് തെറ്റാണ്. അത് കേട്ടോടെ തന്നെ നന്ദിനിയോട്, ഇത് തന്നെയാണോ തനിക്ക് പറ്റുന്ന തെറ്റ്, ഇനി നീ അവളെ പരിചരിച്ചോ, ആരും പരിചരിക്കാനില്ലാതെ അവൾ റൂമിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, നിനക്ക് ആരതിയെങ്കിലും വന്ന്, അവൾക്ക് ആരാണ് വരാനുള്ളത്, അവളുടെ അമ്മയില്ല, ജ്യേഷ്ഠത്തിയില്ല, ആരും തന്നെ അവളെ പരിചരിക്കില്ല, ഇനി നീ അതും കൂടി അങ്ങ് ചെയ്തോ. സൂര്യ സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അവളെ പരിചരിക്കുന്നതുകൊണ്ട് സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ അവളെ നോക്കിക്കോട്ടെ അവൾക്ക് എന്ന് പറയുമ്പോഴേക്കും യതീന്ദ്രൻ അവിടോട്ട് വരികയാണ് കേട്ടോ. സൂര്യ പറയണ പറ്റില്ല, ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം വേദ റൂമിൽ കിടന്ന് കരയാണ് കേട്ടോ. അമ്മേ, ഡാഡി, മമ്മി, എനിക്ക് വേദന സഹിക്കുന്നില്ല, എനിക്ക് നീറുന്നു, പൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. ആ സമയം ഇത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ്റെ നെഞ്ച് ഇടിക്കുകയാണ്. കാരണം യതീന്ദ്രൻ എത്രയായാലും മകൾ തന്നെയാണല്ലോ. അങ്ങനെ യതീന്ദ്രൻ സൂര്യയുടെ മുന്നിലോട്ട് വരികയാണ്. സൂര്യ, ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ ഒരു പക്ഷേ നിനക്ക് ദേഷ്യം വരുമായിരിക്കും, എങ്കിലും കൂടി ഞാൻ പറയട്ടെ, എൻ്റെ മോളാണ് ആ റൂമിൽ കിടക്കുന്നത്, നിങ്ങൾ മക്കളെല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ്, നന്ദിനിയും അതുപോലെ തന്നെ സൂര്യയും അതുപോലെ ഇന്ദ്രജയും വേദയൊക്കെ ഒരുപോലെ തന്നെയാണ്. വേദയുടെ കാര്യം കഷ്ടമാണ്, അവൾ ആ റൂമിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്, അവളെ നോക്കാൻ ആരുമില്ല, അവളുടെ അമ്മക്കാണെങ്കിൽ ഓഫീസ്, ജ്യേഷ്ഠത്തിക്കാണെങ്കിൽ പേടി, പിന്നെ അവളെ അടുത്ത് ആര് പോവും, എന്നെക്കൊണ്ടൊക്കെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നന്ദിനിക്ക് കുഴപ്പമില്ലെങ്കിൽ നന്ദിനി അവളെ ഒന്ന് നോക്കുമോ. അത് കേട്ട ഉടനെ നന്ദിനി പറയണേ, യതീന്ദ്ര സാർ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോഴേക്കും സൂര്യ പറയണേ, ഇതാണ് അച്ഛാ ഇവളുടെ പ്രശ്നം, ഇവളോട് ചെയ്ത ക്രൂരതകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവൾ തിരിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടോട്ട് ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഇവളത് കഴിക്കാൻ അനുവദിച്ചില്ല, ഇവർ ചെയ്ത അതേ സ്വഭാവത്തിൽ അവർക്ക് തിരിച്ചടി കൊടുത്താലേ ഇവർ പഠിക്കത്തുള്ളൂ. എന്നാൽ ഇവൾക്കതൊന്നും, ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ തന്നെ ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും എന്ത് ചെയ്താലും അതൊക്കെ ഏറ്റുവാങ്ങാൻ ഉണ്ടാവുമല്ലോ ഇവള്, എന്നാൽ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിച്ചാലാണ് ഇവളോട് കുറച്ചൊരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ചവിട്ടിയോടുത്തിട്ട് ചവിട്ടുമ്പോൾ ആ ചവിട്ട് കൊള്ളാനേ ഇവൾക്ക് വിധിയുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ വേദയെ അച്ഛൻ പറഞ്ഞത് പ്രകാരം നോക്കിയെന്ന് കൂട്ടിക്കോട്ടെ, അവളുടെ കാര്യം കഴിയുന്നത് വരെ നന്ദിനിയെ അവർ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ ഈ വേദ അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വേദ നന്ദിനിയെ സ്വീകരിക്കുമോ, നന്ദിനിയുടെ മനസ്സറിയുമോ, ഇല്ല, അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവളുടെ അമ്മയുടെയും അതുപോലെ തന്നെ അവളുടെയും ചേച്ചിയുടെയും സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവളെ ഇപ്പോൾ ഈ അസുഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന, അതായത് മരണം മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ആരാണ് തൻ്റെ സഹായമായി വന്നതെങ്കിൽ ആ ആളോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും. അപ്പം നന്ദിനിയോട് വേദയ്ക്ക് ഇനി വെറുപ്പുണ്ടാവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ യതീന്ദ്രനോട് സൂര്യ പറയണ, അച്ഛാ ഞാൻ ഈ പറയുന്ന ചെവിയിൽ നുള്ളിക്കോ, നന്ദിനിയെ അവളുടെ ഇഷ്ടം പോലെ ഞാൻ വിട്ടിരിക്കുന്നു, അവൾക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും അവളുടെ മനസ്സ് മുഴുവൻ വേദയെ നോക്കാനായിരിക്കും, ഇപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ അവൾ, അതുകൊണ്ട് അവൾ വേദയെ നോക്കുക, എന്താ വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, ഈ വേദ എന്ന് പറയുന്ന എൻ്റെ അനിയത്തിയാണെങ്കിൽ അവളുടെ അസുഖം മാറിയാൽ നന്ദിനിക്ക് ഇനി അടുത്ത പണി എന്ത് നൽകാമെന്ന് നോക്കി അവളുടെ ആ ഒരു കുനിഷ്ട ബുദ്ധി പുറത്തെടുക്കുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ നന്ദിനി തന്നെ വേദയെ നോക്കേണ്ട അവസ്ഥയാവുകയാണ്. എന്നാൽ പത്മക്കാണെങ്കിലും ഉൾഭയം വന്നു തുടങ്ങുകയാണ്, തനിക്കും ഈ ഒരു അസുഖം തന്നെയും പിടിപെടുമോ എന്ന പേടിയിൽ ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.